ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായി എത്തിയ കളങ്കാവലിൻ്റെ 31-ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിന് മുന്നോടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കാം. ഇന്നും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടാൻ കഴിഞ്ഞു. കഴിഞ്ഞ 2 ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷനാണ് ഇന്ന് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. 107ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 2900-ത്തിനടുത്തുള്ള ടിക്കറ്റുകളാണ് സിനിമയുടേത് ട്രാക്കിങ്ങിലൂടെ തന്നെ വന്നിരിക്കുന്നത്. 17% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് 5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. അതായത് ഇന്ന് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 38 കോടിയും കടന്ന് സിനിമ മുന്നോട്ട് ചലിക്കുന്നു എന്ന് തന്നെ പറയാം. വേൾഡ് വൈഡായിട്ട് സിനിമ 84 കോടിയും കടന്ന് 84 കോടിയും കടന്ന് 85 കോടി ടച്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു മാസം പിന്നിടുകയാണ്, എന്നിട്ടും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷൻ വരുന്നു. ഇത് എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ, ഇതിനോടൊപ്പം ഇറങ്ങിയ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടിറങ്ങിയ 2 ആഴ്ച കഴിഞ്ഞിറങ്ങിയ പല സിനിമകൾക്കും 10-15 ദിവസങ്ങളുള്ളപ്പോൾ കിട്ടുന്ന കളക്ഷൻ്റെ അതേ രീതിയിൽ തന്നെയാണ് 31-ാം ദിനത്തിനും ഈ ഒരു സിനിമയ്ക്ക് ലഭിക്കുന്നത്. മികച്ച ഒരു സിനിമ എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയെ ഈ റേഞ്ചിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരു ഗംഭീര പ്രകടനം എന്നുള്ളത് തന്നെയാണ് എല്ലായിടത്തു നിന്ന് ഇന്നും വിലയിരുത്തുന്ന കാര്യങ്ങൾ. ഇത്ര വന്നിട്ടും, അതായത് വമ്പൻ സിനിമകൾ വന്നു, നിവിൻ പോളിയുടെ ചിത്രം 100 കോടി കടന്നു, എന്നിട്ടും മമ്മൂട്ടി സിനിമയ്ക്ക് അത്രത്തോളം തിരക്കും അതുമാത്രമല്ല ആളുകൾ അത്രയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഈ ഒരു ഞായറാഴ്ചയും ഈ ഒരു സിനിമ കസറുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ 85 കോടി പോസ്റ്റർ മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് പുറത്തു വരുന്നതിനായി. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രീൻ മീഡിയാസ്.